ഹലോ മക്കളെ, നമ്മൾക്കിന്നൊരു വെജിറ്റബിൾ കൊണ്ടൊരു ഇഡലി ഉണ്ടാക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഇഡലി. നമുക്കിനി ആ വെജിറ്റബിളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൊത്തിയരിഞ്ഞ സവാള ഒരു അരമുറി, ഒരു പച്ചമുളക്, എന്നിട്ട് ചെറിയൊരു ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കാബേജ്, അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ലേശം ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് വായൻ്റെ ആവശ്യമില്ല, വായന്ന് വരേണ്ട ആവശ്യമില്ല, കാരണം ആവിയിൽ വേവാൻ പോകണതാണല്ലോ. ഒരു പിഞ്ച് മുളക് പൊടി, ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് ലേശം പരിപ്പ്, കുതിർത്ത പരിപ്പാണ്, ഒരു ചെറിയ സ്പൂണ്. പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി. ഇനി ബാക്കി ആവിയിൽ വെന്തോളും. നമുക്ക് ഈ പച്ചമുളകൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മാവിലേക്ക് കൊട്ടി മിക്സ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇഡ്ഡലിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഒരു കോട്ടൺ തുണി നനച്ച് പിഴിഞ്ഞ് ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ലേസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് ചട്ടി മൂടി കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് വേവട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇഡ്ഡലി വെന്തോന്ന്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നോക്കുക. ഞാൻ ഇപ്പോൾ പപ്പടക്കോല എടുത്തിരിക്കുന്നത്. വെന്തിട്ടുണ്ട്, ഇഡ്ഡലി വെന്തിട്ടുണ്ട്. നമ്മൾക്കത് മാറ്റി വയ്ക്കാം പാത്രത്തിലേക്ക്. ലേശം വെള്ളം മുകളിൽ കൂടെ ഇങ്ങനെ കുടഞ്ഞ ശേഷം നമുക്കത് ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കണ്ട് മാറ്റാം. നമുക്ക് നല്ല ഇങ്ങനെ സമാധാനത്തിൽ എടുക്കാം. നമ്മുടെ വെറൈറ്റി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതണം. അതോട് കൂടിയിട്ട് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.